എവിടെയെങ്കിലും കാണുന്ന കുറെ പദ്യങ്ങള് മനപ്പാടം പഠിക്കണമെന്ന് ടാലന്റ് അല്ല. നമ്മളായിട്ട് ചിലത് ക്രിയേറ്റ് ചെയ്യണം. അതാണ് റിയൽ ടാലന്റ്. അത് മനസ്സിലാക്കിക്കോ. നിന്നെക്കാളും എനിക്കാ ടാലന്റ്. നിന്റെ ഡ്രോയിങ്ങിൽ ഞാൻ കുത്തുവരച്ചതിന് ഒരു തെറ്റുമില്ല. ഞാൻ കുത്തുവരച്ചില്ലെങ്കിൽ സാറ് കുത്തിവരച്ചേനെ. ഇനി ഞാൻ തന്നെ നമ്മുടെ ക്ലാസ്സിലെ ഡ്രാഗൺ. ഞാനല്ലടാ കുട്ടി ഡ്രാഗൺ. ആര്? നീയാ? കുട്ടി? അതെ. ശരി, എടുത്തോ. ഈ കവിൻ എന്നും ഒരു മാസം തന്നെയാ. ഡാ, മ്യൂസിക് ഇടറാ. എടാ, ഇത്ര ബിൽഡപ്പ് കൊടുത്ത് എങ്ങോട്ടാ പോകുന്നത്? മൂത്രമൊഴിക്കാൻ. കുട്ടി, അമ്മ വന്നല്ലോ. എന്താ നില, അമ്മ ജോലി കഴിഞ്ഞു വരുമ്പോ ചിരിച്ചോണ്ട് ഓടി വന്നെന്നെ കെട്ടിപ്പിടിക്കുന്നതല്ലേ? ഇന്നെന്താ മുഖം വീർപ്പിച്ചിരിക്കുന്നേ? ഞാൻ മുഖം വീർപ്പിച്ചതല്ല, സാഡായിരുന്നതാ. ഇങ്ങി വാ. എന്റെ ചക്കര സാഡാവാൻ മാത്രം എന്ത് പ്രശ്നം ഉണ്ടായത്? മോളോടാ ചോദിച്ച, എന്താന്ന് പറഞ്ഞില്ല? അമ്മേ, ഇന്ന് സ്കൂളില് എനിക്ക് ഒരുപാട് ഷെയിമായി. അയ്യോ, എന്താ പറ്റിയത്? എന്റെ ക്ലാസ്സിൽ ഒരു വികൃതി പയ്യൻ കവിനില്ലേ? ആ അതെ, കുറുമ്പനാണെന്ന് പറയാറുള്ള അവനല്ലേ? അവൻ തന്നെ. അവൻ ഇന്ന് എന്നെ വെച്ചൊരു കോമഡി ഉണ്ടാക്കി. ക്ലാസ്സിലെ എല്ലാ കുട്ടികളും എന്നെ നോക്കി ചിരിക്കായിരുന്നു. നില, നീ ഇത്ര ഫീൽ ചെയ്ത് സംസാരിക്കുന്ന ഞാൻ കണ്ടിട്ടേ ഇല്ല. അതിന് മാത്രം അവൻ എന്താ ചെയ്തത്? അവൻ പഠിപ്പില് 0 ആണ്, പക്ഷെ ഡ്രോയിങ്ങിൽ അവൻ ഹീറോ ആണ്. ഓ, അവൻ സൂപ്പർ ആയിട്ട് വരയ്ക്കും. അങ്ങനെയാണോ? ശരി. അതെ അമ്മേ, ഇന്ന് ക്ലാസ്സില് ഡ്രോയിങ് മാസ്റ്റർ ഞങ്ങളോട് ഡ്രോയിങ് എല്ലാം ടേബിളിൽ വെക്കാൻ പറഞ്ഞു. ഞാനും എല്ലാ കുട്ടികളും ടേബിളിൽ വെച്ചു. മാഷ് എന്റെ ഡ്രോയിങ് കണ്ടിട്ട് ഞാൻ ശരിയായിട്ട് വരച്ചില്ല, എനിക്ക് ശരിക്കും വരയ്ക്കാനേ അറിയില്ലെന്ന് പറഞ്ഞു എന്നോട്. പക്ഷെ കവിൻ സ്പോട്ടിൽ തന്നെ വരച്ചു. അത് കണ്ടിട്ട് സൂപ്പർ ഡ്രോയിങ് അവനെ ഒരുപാട് പുകഴ്ത്തി മാഷ്. ശരി വിട്, നീ പഠിക്കാൻ മിടുക്കി, അവൻ പടം വരയ്ക്കുന്നതിലും എടുക്കൻ. അതിനെന്തിനാ നീ സാഡാവുന്നത്? അതിനൊന്നും അല്ല ഞാൻ സാഡായത്. ഇവിടെ നോക്ക്. ഇന്നവൻ ഡ്രോയിങ് എന്താ വരച്ചതെന്ന് അറിയാവോ? എന്താ വരച്ചേ? ആ, എന്നെയാണ് അവൻ വരച്ചത്. നിന്നെയോ? അതെ അമ്മേ, അത് യക്ഷിയെ പോലെ ഒരു പ്രേത രൂപത്തിനെ വരച്ച് അതിന്റെ മുഖം എന്നെ പോലെ തന്നെ വരച്ചു. എല്ലാരും എന്നെ നോക്കി ചിരിച്ചു. ഇപ്പൊ എന്നെ ക്ലാസ്സില് കുട്ടിയക്ഷി കുട്ടിയക്ഷി എന്ന് വിളിച്ച് എല്ലാരും കളിയാക്കും അമ്മേ. എന്താ വിശേഷം? എന്തിനെങ്ങനെ ഡാൻസ് ചെയ്യുന്നേ? കവിൻ, നീ എന്തിനെങ്ങനെ ഡാൻസ് ചെയ്യുന്നേ? എന്താ കാരണം? പറയാം. കൊച്ചു സാറേ, എന്താ കാര്യം എന്ന് പറയുന്നേ? എനിക്ക് സസ്പെൻസ് താങ്ങാൻ പറ്റുന്നില്ല, അതാ. മതി, എനിക്ക് ശ്വാസം മുട്ടുന്നു. മോണിക്ക. അതാരാ മോണിക്ക? മോന്റെ ക്ലാസ്മേറ്റാ? നോ, ഇപ്പോഴത്തെ അടിപൊളി സോങ്ങാ. ഓ, ഈ സന്തോഷത്തിന് കാരണം എന്താണെന്ന് അറിയണമല്ലോ. എന്നെ പുകഴ്ത്തിയ ടീച്ചർമാർ സംസാരിച്ചത്. വാ, എന്താ അമ്മ
അല്ലടാ, ഞാൻ ചിരിക്കുന്നതല്ല. ഇങ്ങനെ ചെയ്തവന്റെ കരണ കുറ്റി നോക്കി 4 അടി കൊടുക്കണം. അതെ അമ്മേ, ആ കവിന് കുറച്ച് കുരുത്തക്കേട് ഓവറാ. അവനെ എങ്ങനെ ഫ്രണ്ട് ആക്കുന്ന എനിക്ക് അറിയില്ല. എനിക്ക് ശരിക്കും ഡ്രോയിങ് വരയ്ക്കാനും അറിയില്ല. സാരമില്ല, നിനക്ക് അമ്മ ഡ്രോയിങ് പറഞ്ഞുതരാം. നീ ഒട്ടും വിഷമിക്കണ്ട. ഓക്കെ, അവനെ എങ്ങനെയെങ്കിലും നിന്റെ ഫ്രണ്ട് ആക്കാം. ഓക്കെ അമ്മേ, അവനെ അത്രയും പെട്ടെന്നൊന്നും ഫ്രണ്ട് ആക്കാൻ പറ്റില്ല അമ്മേ. അങ്ങനെയൊന്നുമില്ല, ഞാൻ നോക്കിക്കോളാം. നാളെ ഞാൻ നിന്റെ സ്കൂളിൽ വരല്ലേ? അപ്പൊ നിന്നെ അവനെ ഞാൻ ഫ്രണ്ട് ആക്കിയേക്കാം. അത് ഞാൻ ഏറ്റു. ഓക്കെ അല്ലേ? ശരി. ശരി, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? എന്താ അമ്മേ? നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കും. ശരി.